വിശ്വസുന്ദരി പട്ടം ചൂടി മെക്സിക്കോയുടെ ഫാത്തിമ ബോഷ് അവസാന റൗണ്ടിൽ മിസ് തായ്ലാന്റിനെ പിന്തള്ളിയാണ് ഫാത്തിമ കിരീടം ചൂടിയത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് മെക്സിക്കോ കിരീടം സ്വന്തമാക്കുന്നത്. പ്രീ പേജന്റ് മത്സരത്തിനിടെ ഫാത്തിമയെ ഡമ്മി എന്ന് വിളിച്ച് മിസ് യൂണിവേഴ്സ് തായ്ലൻഡ് ഡയറക്ടർ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സഹമത്സരാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മത്സരാർത്ഥികൾ വേദി വിട്ടിറങ്ങിയതും ചർച്ചയ്ക്കിടയാക്കി. അവസാന 12ലേക്ക് ഇന്ത്യയുടെ മണിക വിശ്വകർമ്മയ്ക്ക് ഇടം പിടിക്കാനായില്ല. തായ്ലൻഡിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ കരഘോഷങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ മിസ് മെക്സിക്കോ ഫാത്തിമ ബോഷ് വിശ്വസുന്ദരി കിരീടം ചൂടി. കഴിഞ്ഞ വർഷത്തെ വിജയി ഡെൻമാർക്കിന്റെ വിക്ടോറിയ തെയ്വിഗാണ് ഫാത്തിമയെ 74ാം മിസ് യൂണിവേഴ്സ് കിരീടമണിയിച്ചത്. 2020-ൽ ആൻഡ്രിയ മെസ വിശ്വസുന്ദരി പട്ടം കരസ്ഥമാക്കിയതിന് 5 വർഷങ്ങൾക്ക് ശേഷമാണ് മെക്സിക്കോയ്ക്ക് നേട്ടം സ്വന്തമാകുന്നത്. ഫാത്തിമയ്ക്കിത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. മത്സരത്തിനിടെ സംഘാടകരിൽ ഒരാളിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടി വന്ന ഫാത്തിമയുടെ പ്രതികരണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഡമ്മി എന്ന് വിളിച്ച് പരിഹസിക്കപ്പെട്ടിടത്ത് വ്യക്തിത്വത്തിന്റെ കരുത്ത് അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഫാഷൻ ഡിസൈനർ കൂടിയായ ഫാത്തിമ 14 വയസ്സ് മുതൽ സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമാണ്. ആഗോളതലത്തിൽ തന്റെ ശബ്ദമുയർത്താൻ ലഭിച്ച അവസരം താൻ ഉപയോഗിക്കുമെന്ന് ഫാത്തിമ വ്യക്തമാക്കുന്നു. Miss Universe, I will say to them, believe in the power of your authenticity. Believe in yourself. Your dreams matter, your heart matter, and never let anyone make you doubt about your worth, because you're worth everything, and you are powerful, and your voice needs to be heard. Thank you. മിസ് തായ്ലൻഡ് പ്രവീനാർ സിംഗ് ആണ് ഫസ്റ്റ് റണ്ണറപ്പ്. വെനസ്വേലയുടെ സ്റ്റെഫാനി അബസാലിയാണ് സെക്കൻഡ് റണ്ണറപ്പ്. ഫിലിപ്പീൻസിന്റെ അഹ്തിസ മനലോ, കോട്ട് ഡി ഐവറിന്റെ ഒലിവിയ യാസയും അവസാന 5-ൽ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ മണിക വിശ്വകർമ്മയ്ക്ക് അവസാന 12ലേക്ക് ഇടം പിടിക്കാനായില്ല. അതേസമയം ഈ വർഷത്തെ വിധികർത്താക്കളിൽ ബാഡ്മിന്റൺ ഇതിഹാസം സൈന നെഹ്വാളും അംഗമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.